നമുക്ക് നല്ലൊരു അറേബ്യൻ മന്തി ഉണ്ടാക്കിയാലോ? ഈ ക്രിസ്മസിന് നല്ല ടേസ്റ്റ് 10 മിനിറ്റ് നേരം ഉണ്ടാക്കാം. അതിനുള്ള സ്പൈസസ് ആണത്. എല്ലാ മസാലകളും ഈ ചിക്കനിൽ തിരുമ്മി 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ 2 തട്ടയിൽ ആവി കയറ്റാൻ വെക്കണം കേട്ടോ. ആവി കയറ്റാൻ വെക്കുന്ന സമയത്ത് നമുക്കൊരു ബിരിയാണി പോട്ട് എടുത്ത് ബട്ടർ ഒഴിച്ച് മെൽറ്റ് ആയതിനു ശേഷം ഓൾ സ്പൈസസ് എല്ലാം ഇടുക. അതിനുശേഷം അതൊന്ന് ചൂടായതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നീട് 4 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. 4 മാഗി ക്യൂബ്സ് അതൊരു ടേസ്റ്റാണ്. അതാണ് മന്തിയുടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ മസാലകളെല്ലാം ഫസ്റ്റ് കാണിച്ച മസാലകളെല്ലാം ഇതിൽ തന്നെ ഇടണം. പിന്നീട് ഡ്രൈഡ് നാരങ്ങ എടുത്ത് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് അറേബ്യൻ മന്തി ഉണ്ടാക്കണം കേട്ടോ. പിന്നീട് നമ്മുടെ അപ്പച്ചമ്പിലത്ത് ആവി കയറി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ എണ്ണ വേണ്ടാത്തവർക്ക് എയർ ഫ്രയറിൽ ചെയ്യാം, എന്തും ചെയ്യാം. അത് വെന്തിരിക്കുന്നതാണ്. 2 മിനിറ്റിനുള്ളിൽ അത് റെഡിയാവും കേട്ടോ. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചാർക്കോൾ ഇതിൻ്റെ അകത്ത് കത്തിക്കണേ. ചാർക്കോളിൻ്റെ ടേസ്റ്റും കൂടെ ഈ ചിക്കനിലേക്കും ചോറിലേക്കും വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. അപ്പോൾ ചാർക്കോൾ കത്തിക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് ചാർക്കോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറയുവാണ്, സമയമില്ലാഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വറുത്തിരിക്കുന്ന ചിക്കനെ റൗണ്ടിൽ വെച്ചതിന് ശേഷം ചാർക്കോൾ നടുക്കെടുത്ത് ഗീയും കൊടുത്തിട്ട് അടച്ചു വെക്കണം. അതിൻ്റെ പുകയാണ് ഇതിലേക്ക് വരേണ്ടത്. ആ സ്മെല്ല് കിട്ടണം. അപ്പോൾ താങ്ക് യു.